മാടായി കോളേജ് നിയമന വിവാദത്തിൽ കണ്ണൂർ പഴയങ്ങാടിയിൽ എം.കെ. രാഘവൻ അനുകൂലികളും വിമത വിഭാഗവും വീണ്ടും ഏറ്റുമുട്ടി. എം.കെ. രാഘവനെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ എത്തിയവരെ മറുചേരി തടഞ്ഞു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, വീണ്ടും സംഘർഷമാണോ? ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? അനുജ, വീണ്ടും തെരുവ് യുദ്ധം തുടരുകയാണ്. കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹം നേരത്തെ തന്നെ തെരുവിലെത്തിയതാണ്. എം.കെ. രാഘവനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ, പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങുകയും കോലം കത്തിക്കുകയും ഒക്കെ ചെയ്തത്. ഒടുവിൽ അത് തമ്മിലടിയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് എം.കെ. രാഘവനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ എം.കെ. രാഘവനെ അനുകൂലിച്ച് പഴയങ്ങാടിയിൽ പ്രകടനം നടത്താൻ തീരുമാനിച്ചത്. ബ്രിജേഷ് കുമാർ, നൌഷാദ് വാഴവളപ്പിൽ, സുധീർ വെങ്ങര എന്നിവരടക്കമുള്ള ഭാരവാഹികൾ, കോൺഗ്രസ് ഭാരവാഹികൾ കൂടിയായ നേതാക്കൾ പഴയങ്ങാടിയിൽ എത്തുകയും അനുകൂലിക്കുന്ന എം.കെ. രാഘവനെ അനുകൂലിക്കുന്ന പ്രവർത്തകരെ സംഘടിപ്പിച്ച് പ്രകടനം നടത്താനുമായിരുന്നു തീരുമാനം. മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിക്കാനിരിക്കെ ഈ എതിർവിഭാഗം, അതായത് എം.കെ. രാഘവനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുന്ന കുഞ്ഞിമംഗലം, ഏഴോ, മാടായി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ഈ മാർച്ച് തുടങ്ങുന്നത് അവർ തടയുകയും ചെയ്തു. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോയി, തമ്മിലടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസ് സാന്നിധ്യം സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടാണ് ഇരു വിഭാഗത്തെയും 2 സ്ഥലത്തേക്ക് പിന്നീട് വലിയ സംഘർഷമില്ലാതെ മാറ്റി നിർത്തിയത്. അതായത് തെരുവിൽ കോൺഗ്രസ് പ്രവർത്തകർ മാടായി കോളേജ് വിഷയത്തിൽ തമ്മിലടിക്കുന്നു എന്താണ് ഇതിലൊരു ശ്രദ്ധേയമായ കാര്യം. KPCC 3 അംഗ സമിതിയൊക്കെ നിയോഗിച്ച് ഈ വിഷയത്തിൽ സമവായത്തിനുള്ള നീക്കം ഒരു വശത്ത് നടക്കുന്നുണ്ട്. രാവിലെ പയ്യന്നൂരിലും ഈ കോളേജ് ഭരണസമിതി അംഗമായ ജയരാജിനെ വിമത വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പഴയങ്ങാടിയിലും കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നത്. മാടായി കോളേജ് നിയമന വിവാദത്തിലാണ് സംഘർഷം തുടരുന്നത്. കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഇന്നിപ്പോൾ കണ്ണൂർ പഴയങ്ങാടിയിലാണ് എം.കെ. രാഘവൻ അനുകൂലികളും വിമത വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയത്.